ഹായ് ഫ്രണ്ട്സ്, ചട്ടിങ്കലത്തിൻ്റെയും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഞണ്ട് കറിയാണ്. ആദ്യമായി ഞണ്ട് കറിക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. കുരുമുളക്, പെരുംജീരകം, മല്ലിപ്പൊടി, തേങ്ങ തിരുകിയത് ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ അരപ്പ് റെഡിയാക്കുന്നത്. ഇത് നന്നായിട്ട് അരച്ച് വെള്ളം ചേർത്ത് ആവശ്യത്തിന് കൺസിസ്റ്റൻസിയിൽ അരച്ച് വെക്കുക. പിന്നീട് ഇതിനകത്ത് ചേർക്കാനുള്ള സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, കറിവേപ്പില റെഡിയാക്കി വെക്കുക. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ സെറ്റായിരിക്കുകയാണ്, തണുപ്പ് കാരണം. ഇതിലേക്ക് നമ്മൾ ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട പോലെയുള്ള സ്പൈസസും ഇച്ചിരി കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഉള്ളിയിട്ട് വഴറ്റുക. അതിലേക്ക് ഇഞ്ചി ചേർക്കുക, പച്ചമുളക്, കറിവേപ്പില ഇതുകൂടി ചേർത്ത് നന്നായി വഴറ്റുക. ഒന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച്, കൂടാതെ നോക്കണം വെള്ളം, ആ പാത്രം ഒന്ന് കഴുകി ചെറുതായിട്ട് വെള്ളം ചേർത്ത് ഒഴിച്ച് നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായി ഇളക്കുക. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് അതിനകത്ത് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഞണ്ട് ചേർക്കാം. ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ആദ്യം ഞണ്ടിൻ്റെ ബോഡി പാർട്ടാണ് ചേർക്കുന്നത്. കാര്യം ഇത് വലിയൊരു പാത്രമാണ് ഉപയോഗിക്കുന്നത്, കുറച്ച് കൂടുതൽ ഞണ്ടുണ്ട്. അപ്പം ഇളക്കാനും മസാലയൊക്കെ നല്ലതായിട്ട് പിടിപ്പിക്കാനും ഒക്കെ നമുക്ക് വലിയ പാത്രമാകുമ്പോൾ സൗകര്യമാണ്. അപ്പം ആദ്യം ബോഡി ഇട്ട് നന്നായിട്ട്, അല്ലെങ്കിൽ കാലിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഗ്യാപ്പ് ഇഷ്ടത്തിന് ഫോം ചെയ്യും. അതൊന്ന് യോജിപ്പിച്ചിട്ട് ബാക്കി ഞണ്ടൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കുക. ഞണ്ടിനകത്ത് തന്നെ വെള്ളം കാണും. അതേപോലെ ഉപ്പ് ചേർക്കുമ്പോഴും സൂക്ഷിക്കണം. ഉപ്പിൻ്റെ അളവ് ഒരിക്കലും കൂടരുത്. കുറച്ച് ഉപ്പ് മാത്രം മതിയാവും ഞണ്ടിന്, വളരെ കുറച്ച്. അല്ലെങ്കിൽ ഞണ്ടിന് ഭയങ്കര ഉപ്പ് ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്ത് കളയാൻ മാത്രമേ പറ്റത്തുള്ളൂ. അത് ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ ഇത് നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ച് അതിലേക്ക് ഉപ്പും ചേർത്ത്, ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. കളറ് മാറുന്നത് കണ്ടില്ലേ, ഓറഞ്ച് കളറായി എല്ലാ ഞണ്ടിൻ്റെയും. പെട്ടെന്ന് ഞണ്ട് വേവ്, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞണ്ട് നന്നായി വെന്ത് കിട്ടും. ഒരു 20 മിനിറ്റിനകം ചാറൊക്കെ കുറുകി നമുക്ക് കറി റെഡിയായി കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെ അളവനുസരിച്ചിട്ട് ചാറ് ഇത് ചെയ്യാവുന്നതാണ്. നന്നായി വെന്ത് കഴിഞ്ഞ് ഞണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിന്ന് ഇതിനോടൊപ്പം കപ്പയുണ്ട്, കപ്പയും ഞണ്ട് കറിയും കൂടാണ്. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക.